ഹലോ എക്സാമിനർ SSLC ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ 20 days ചാലഞ്ചിൽ നിങ്ങൾ നന്നായിട്ട് പങ്കെടുക്കുന്നുണ്ടെന്നും മാക്സിമം ക്രിസ്മസ് എക്സാമിന് മുൻപുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് നന്നായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് നമുക്ക് മാക്സിമം മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ നിങ്ങളെ വളരെയധികം ഈ 20 days ചാലഞ്ച് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാം, ക്രിസ്മസ് എക്സാമിൽ ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ തുടങ്ങുന്നുള്ളൂ, പണി തുടങ്ങുന്നുള്ളൂ. കാരണം ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നമുക്കുന്നുണ്ട് ഫസ്റ്റ് മോഡൽ എക്സാം ഉണ്ട്, അതിനുശേഷം നമുക്ക് പബ്ലിക് എക്സാം ഉണ്ട്. അതാണ് നമ്മുടെ ശരിക്കത്തെ ഗെയിം. അപ്പോൾ ആ മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിന് നമുക്ക് മുൻപ് നമുക്കൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കടമ്പയുണ്ട്. അതായത് നമുക്ക് ഫുൾ ചാപ്റ്റർ പഠിച്ചു തീർക്കണം. ഫസ്റ്റ് മുതലുള്ള എല്ലാ ചാപ്റ്ററും, എല്ലാ സബ്ജക്റ്റിലും, സോഷ്യലും ലാംഗ്വേജസും സയൻസും മാത്സും അടക്കം എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ഫസ്റ്റ് മുതൽ പഠിക്കണം. അത് റിവൈസ് ചെയ്യണം. മാത്രമല്ല ഓരോ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതല്ലാത്ത ചോദ്യങ്ങളൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസംബർ കഴിഞ്ഞ പാടെ തന്നെ ചെയ്യാനുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിനുള്ള ഒരു സൗകര്യം ഓൾറെഡി അല്ലെങ്കിൽ സംവിധാനം ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തു, ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചതാണ്. ഇനി അങ്ങോട്ടുള്ള ലക്ഷ്യ ബാച്ചിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ട്യൂഷനിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാച്ചിലോ എന്തെങ്കിലും ജോയിൻ ചെയ്തു, അതിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഒരു പ്രശ്നവുമില്ല, അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ല, ഒരു സൗകര്യമില്ല, ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. കാരണം അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു പക്ഷേ നിങ്ങൾ ഫുൾ A+ ഡിസേർവ് ചെയ്യുന്ന ആളായിരിക്കാം, ഈസി ആയിട്ട് പഠിച്ചാൽ കിട്ടുന്ന ആളായിരിക്കും. പക്ഷേ നിങ്ങൾക്കത് കിട്ടാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. പല കുട്ടികളും അങ്ങനെ ആയി പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് എക്സാമിനറുടെ വിശ്വാസമുണ്ട്, എക്സാമിനറുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാച്ചാണ് നമ്മുടെ ശക്തി SSLC ക്രാഷ് ബാച്ച്. ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങളുടെ ഡിസംബർ കഴിഞ്ഞിട്ട്, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന, വീണ്ടും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ബാച്ചാണ് നമ്മുടെ ശക്തി ബാച്ച്. സോ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ചാൻസും കൂടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ചിലപ്പം നിങ്ങൾ ഇതിനു മുമ്പൊക്കെ കുറച്ച് ഉഴപ്പിയിട്ടൊക്കെ ഉണ്ടാവും, ഒരു ചാൻസും കൂടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും എന്ന് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, ഈ ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്യുക, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. ഫുൾ ചാപ്റ്റർ ഫസ്റ്റ് മുതൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും, എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും, എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും നിങ്ങൾക്ക് 1 ഷോട്ട് റിവിഷൻ ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. അത് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന, പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യുന്ന ക്ലാസ് ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് കൂടാതെ നിങ്ങൾക്ക് ഉണ്ടാവും മക്കളെ, എല്ലാ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടുള്ള ലൈവ് ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ട കുട്ടികൾക്ക് നിങ്ങൾ ഈ ഷോർട്ട് നോട്ട്സ് ലൈവിൽ വന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ കിട്ടി, നിങ്ങൾ ഒരു കാരണവശാലും മറക്കില്ല. പിന്നെ ഈ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെ അനാലിസിസ് വീഡിയോ ഉണ്ട്. ആ ചാപ്റ്ററിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ കംപ്ലീറ്റ് വീഡിയോ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യേണ്ടത്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ എന്താണ് പണി തീർന്നു. പിന്നെ നിങ്ങളൊന്നും പഠിക്കാനില്ല. പിന്നെ പരീക്ഷകൾ ഉണ്ടാവുന്നതായിരിക്കും, വീക്ക്ലി എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും, മോഡൽ എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തുണ്ടാവും, നമ്മുടെ എക്സാമിനറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ശക്തി ബാച്ചിൽ ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മക്കളെ, ഇത്രയും കാര്യങ്ങൾ ധാരാളം, മോർ ദാൻ ഇന്നഫ് ആണ് നിങ്ങൾക്ക് A+, ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട്. ഇൻഫാക്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഇത് തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് ബെയർലി മിനിമം സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇതിലൊരു 90% ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ ഉറപ്പാണ്, നിങ്ങളൊന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ മക്കളെ ഡിസംബർ 23rd അപ്പം ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ബാച്ചിൻ്റെ വളരെ ലിമിറ്റഡ് സീറ്റ്സ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഓരോ ബാച്ചിന് ലിമിറ്റഡ് സീറ്റ്സ് വെച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. ബാച്ചിൻ്റെ ഫീസ് 2000 ആണ്. ഓൾറെഡി ലക്ഷ്യ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ആവശ്യമില്ല. എങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 500 rupees മാത്രം കൊടുത്താൽ മതി, ഫുൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താഴെ നമ്പറും ഡീറ്റെയിൽസ് ഉണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഫുൾ A+ കിട്ടണം എന്നുള്ള ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് ലൈവിൽ കാണാം.